إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور ഏറെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമൊക്കെ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്ന ഇടങ്ങളിൽ സന്ദർഭങ്ങളിൽ സൂക്ഷ്മത പാലിച്ച് തഖ്വയുള്ളവരായി മാറണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ആ നിലക്ക് ജീവിച്ച് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മുസ്ലിം ലോകം പുതിയ ഒരു ഹിജ്റ വർഷത്തിലേക്ക് കൂടി പ്രവേശിച്ചിരിക്കുകയാണ്. 1448 എന്ന ഹിജ്റ കലണ്ടറിലെ ഒരു വർഷത്തിനു കൂടി നമ്മൾ സാക്ഷിയാവുകയാണ്. മുഹറം എന്ന് പറയുന്നത് തന്നെ അല്ലാഹു തആല പവിത്രമാക്കിയ 4 മാസങ്ങളിൽ പുണ്യമാക്കപ്പെട്ട ഒരു മാസവും കൂടിയാണ്. ആ പവിത്രമായ മാസം കൊണ്ടാണ് ഈ അറബി ഹിജ്റ വർഷത്തിൻ്റെ ആരംഭമെന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനത്തിൻ്റെ ഹിജ്റയുടെ വർഷം കണക്കാക്കിയാണ് മുസ്ലിം ലോകത്ത് ഒരു കലണ്ടർ എന്ന ആശയം സംവിധാനം ആരംഭം കുറിച്ചിട്ടുള്ളത്. ഹിജ്റ യഥാർത്ഥത്തിൽ റബീഉൽ അവ്വൽ മാസത്തിലായി. പക്ഷേ ആ ഹിജ്റയുടെ വർഷം മുതൽ അറബി വർഷത്തിൻ്റെ ഹിജ്റ വർഷത്തിൻ്റെ ആരംഭം കണക്കാക്കിയാണ് മുസ്ലിം ലോകം ഇന്ന് 1448 എന്ന ഒരു വർഷത്തിലേക്ക് എത്തിച്ചേരുന്നത്. മുഹറം മാസത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് മുമ്പും അല്ലെങ്കിൽ അറബ് ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ദീനീ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് മുമ്പ് തന്നെ അറബികൾ ആദരിച്ചിരുന്ന ഒരു മാസവും കൂടിയാണ് മുഹറം എന്ന് പറയുന്നത്. മുഹറം മാസത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനമാണ് ആഷൂറ എന്ന് പറയുന്നത്, 10ാമത്തെ ദിവസം എന്ന് പറയുന്നത്. 9ാമത്തെ ദിവസത്തെ നോമ്പ് കൂടി സൂചിപ്പിച്ച് തസുആവും ആഷൂറാവും
2 ദിവസം ഞാൻ നോമ്പനുഷ്ഠിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നോമ്പനുഷ്ഠിക്കണമെന്ന് കൽപ്പിച്ചിട്ടുമുണ്ട്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അതുപോലെ തന്നെ ബനു ഇസ്രായേൽ സമൂഹത്തെയും ഫിർഔനിന്റെ ക്രൂരതയിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തിയ ദിനമാണ് യഥാർത്ഥത്തിൽ മുഹറം 10 എന്ന് പറയുന്നത്. ആ നിലക്ക് അതൊരു വലിയ സന്തോഷത്തിന്റെ വിജയത്തിന്റെ പ്രതീകമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അന്നേ ദിവസം ജൂത നസറാക്കൾ ആശൂറ ദിവസം നോമ്പെടുക്കുന്നത് മദീനയിലെത്തിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് സഹാബത്ത് പറഞ്ഞു, ഈ ദിവസം ഇന്ന പ്രത്യേകത ഇവിടെ ഉണ്ട് എന്ന്. അന അഹഖു ബി മൂസ, ഞാനാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമുമായി ഏറ്റവും കടപ്പെട്ടത്, അടുത്ത് നിൽക്കുന്നത് എന്ന അർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നോമ്പെടുക്കാനും അതോടൊപ്പം അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ തസ്വ 9 ഞാൻ നോമ്പെടുക്കുമെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ആ നിലക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു മാസത്തിലാണ് നമ്മൾ ഉള്ളത്. ഒരു പുതിയ വർഷം എന്ന നിലക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും പോരായ്മകൾ തിരുത്തി മുന്നോട്ട് പോകാനുമൊക്കെയുള്ള സമയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മികച്ച ഒരു മുഅ്മിനാകാൻ, ഒരു മുഅ്മിനത്താകാൻ നമുക്ക് ഇനി എന്താണ് ചെയ്യാനാവുക എന്ന് പ്ലാൻ ചെയ്യേണ്ട ഒരു മാസത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മളുള്ളത്. നല്ല ഈമാൻ കൊണ്ട്, അചഞ്ചലമായ വിശ്വാസം കൊണ്ട്, സത്യത്തോടുള്ള പ്രതിബദ്ധത കൊണ്ട് നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിൽ സമർപ്പിച്ച് ത്യാഗ മനസ്സോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നമ്മുടെ വ്യക്തിപരമായ, നമ്മുടെ കുടുംബപരമായ, നമ്മുടെ ഉമ്മത്ത് എന്ന നിലക്ക്, സാമുദായികമായ ഒരു സമൂഹം എന്ന നിലയ്ക്കൊക്കെ ഉള്ള പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമുക്ക് കഴിയുമെന്ന് മുഹറം മാസത്തിൽ സംഭവിച്ച ചരിത്ര സംഭവങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് നമുക്ക് പറയാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഹ്റുല്ലാഹ്, അള്ളാഹുവിൻ്റെ മാസമെന്ന് പ്രത്യേകമായി വിശേഷിപ്പിച്ച ഒരു മാസം കൂടിയാണ് മുഹറം എന്ന് പറയുന്നത്. റമദാൻ നോമ്പിന് ശേഷം ഏറ്റവും അഫ്ളലായ സുന്നത്ത് നോമ്പ് എന്നതിനെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത് മുഹറം മാസത്തിലെ നോമ്പാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പുതുവർഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ചില ചിന്തകളാണ് ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധാരാളം സന്തോഷകരമായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ വിഷമകരമായ, സങ്കടകരമായ, വിഷമകരമായ പ്രതിസന്ധികളുടെ കാലങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇത്തരം ഘട്ടങ്ങളിലൂടെ മനുഷ്യൻ സുഖ ദുഃഖ സമ്മിശ്രമായ ഒരു സാഹചര്യത്തിലൂടെ മനുഷ്യർ എന്ന നിലയ്ക്ക് നമ്മൾക്ക് കടന്നു പോകേണ്ടി വരും. ആ സമയത്ത് പ്രതീക്ഷയോടുകൂടി, തവക്കുലോടുകൂടി മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക എന്നതാണ് ഈ മുഹറം മാസത്തെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് മുഅ്മിനീങ്ങളോട്, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഖുർആൻ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണ് എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. നന്മയാവെന്ന് തോന്നുന്നതാവട്ടെ, നമുക്ക് ദോഷകരമാണ് എന്ന് തോന്നുന്നതാവട്ടെ, സകല കാര്യങ്ങളും, ഈ ഭൂമിയിൽ സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു തആല നിശ്ചയിച്ചതാണ് എന്ന് നിങ്ങൾ ഉൾക്കൊള്ളുക. നമ്മുടെ കുടുംബ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ, വിഷമങ്ങൾ, സന്തോഷങ്ങളെല്ലാം അള്ളാഹുവിങ്കൽ നിന്നാണ്, മിനല്ലാഹ് എന്ന വിശ്വാസം നമ്മിൽ ഉണ്ടാവുക. ഭൂമിയിലുമൊക്കെ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇതൊക്കെ അല്ലാഹു തആല അള്ളാഹുവിന്റെ അടുത്തുള്ള ഒരു രേഖയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. അതാണ് ഈമാൻ കാര്യങ്ങളിൽ നമ്മൾ ഖളാ ഖദറിനെ കുറിച്ച് പഠിക്കുന്നത്, അല്ലേ? ഹൈറായതും ഷർറായതും ഒക്കെ നമുക്ക് അനുഭവിക്കുന്ന കാര്യങ്ങൾ എല്ലാം അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ രേഖപ്പെടുത്തിയത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന ദാലിക അലല്ലാഹി യസീർ, അള്ളാഹുവിന്റെ ഖുദ്റത്ത് എടുത്തു നോക്കുമ്പോൾ
അള്ളാഹുവിൻ്റെ കഴിവിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത് അള്ളാഹ്ക്കത് വളരെ നിസ്സാരമാണ് എന്നതാണ്. ചില ആളുകൾ ചോദിക്കും, എൻ്റെ ജീവിതത്തിൽ അള്ളാഹ് അതൊക്കെ കണക്കാക്കിയതാണ് എങ്കിൽ ഞാൻ പിന്നെ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്നത്, വിധി പോലെ വരട്ടെ എന്നൊക്കെ പലരും പറയും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നാളെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ പ്രയാസമില്ല. നമുക്ക് പ്രയാസമുണ്ട്, നാളെ എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പരിമിതിയുണ്ട്. നമ്മുടെ അറിവ് അത്രയേ ഉള്ളൂ, കുറച്ച് നമുക്ക് അള്ളാഹ് തന്നിട്ടുള്ളൂ. പക്ഷെ അള്ളാഹുവിൻ്റെ അറിവ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന അറിവ് പോലെയല്ലോ. നാളെ എന്താണ് എന്നും നമ്മുടെ ജീവിതം എന്താണ് എന്നും ഇനി അങ്ങോട്ടുള്ള മുന്നോട്ട് പോക്ക് എന്താണ് എന്നൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അറിയുക എന്നത് വളരെ നിസ്സാരമായ കാര്യമാണ്. നമ്മൾ ആലോചിക്കുന്നത് പോലെയല്ല. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, മുഅ്മിനുകൾ എന്താണ് അതിനെപ്പറ്റി മനസ്സിലാക്കേണ്ടത്? ഖുർആൻ പറഞ്ഞു, ലികൈലാ തഅസൗ അലാ മാ ഫാതകും, നഷ്ടപ്പെട്ടതോർത്ത്, നിങ്ങളുടെ ജീവിതത്തിൽ പാഴായി പോയതിനെ ഓർത്ത്, നിങ്ങൾക്ക് കിട്ടാതെ പോയതിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല എന്ന് ഖുർആൻ ഓർമ്മിപ്പിക്കാൻ. കാരണം ഇത് അല്ലാഹു തആല മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം ഖളാ ഖദറുകളിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടണമെങ്കിൽ എങ്ങനെയാണത് മാറ്റാൻ കഴിയുള്ളൂ? ദുആ കൊണ്ട് നമുക്കത് മാറ്റാൻ കഴിയുമെന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അള്ളാഹ് നമുക്ക് ഒരു ആപത്തോ ഒരു മോശമായ സാഹചര്യമോ ജീവിതത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും നമുക്കത് അറിയില്ല. പക്ഷെ അള്ളാഹിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചാൽ, പടച്ചോനെ ഇന്ന ആപത്തിനെ, ഇന്ന പ്രതിസന്ധികളെ തട്ടിമാറ്റിക്കളയണേ എന്ന് പ്രാർത്ഥിച്ചാൽ, പ്രാർത്ഥന കൊണ്ട്, നമ്മുടെ സ്വതക്കകൾ കൊണ്ട്, ജാരിയായ സ്വതക്കകൾ കൊണ്ടൊക്കെ അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കും. അല്ലാഹു തആല അത് നീക്കിക്കളയുമെന്നാണ്. ആപത്തുകളെ, മുസീബത്തുകളെയൊക്കെ അല്ലാഹു തആല നീക്കിക്കളയുമെന്നാണ്. അപ്പൊ അങ്ങനെയല്ലാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിനെ നിങ്ങൾ അങ്ങനെ നിരാശയോടുകൂടി കാണേണ്ടതില്ല എന്നാണ്. ചേർത്ത് ഖുർആൻ പറഞ്ഞു, വലാ തഫറഹു ബിമാ ആതാകും, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ ഒരുപാട് നിഅമത്തുകൾ, സുഖവും ആനന്ദവും മനസ്സിന് സ്വസ്ഥതയും സാമ്പത്തികമായി സുഭിക്ഷതയും ഒക്കെ സുഖ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ടാവും. അത് കിട്ടിയെന്ന് കരുതി നിങ്ങൾ പരിധി വിട്ട് ആഹ്ലാദിക്കുകയും വേണ്ട. കാരണം അതെപ്പോഴും വേണമെങ്കിൽ ഇല്ലാതാക്കാൻ അള്ളാഹുവിന് കഴിയും. അപ്പൊ അതിൽ നിങ്ങൾ അള്ളാഹുവിന് ശുക്ർ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നതാണ്. അമിതമായി നിങ്ങൾ അതിൽ ആഹ്ലാദിക്കേണ്ടതില്ല, മറ്റുള്ളവരോട് അസൂയ കാണിക്കേണ്ടതില്ല, അതിന്റെ പേരിൽ മറ്റുള്ളവരെ നിസ്സാരരായി കാണേണ്ടതില്ല. അങ്ങനെയുള്ള മനോഭാവം നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന സുഖം കാരണം, സൗകര്യം കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതില്ല എന്ന് അള്ളാഹ് പറയുന്നത്. ഇതൊക്കെ അള്ളാഹ് നേരത്തെ കണക്കാക്കിയതാണ് എന്ന് അല്ലാഹു തആല നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയ വർഷത്തെ, പുതിയ ജീവിതത്തെ നമ്മിലേക്ക് നമ്മൾ സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു അറബി വർഷത്തിന്റെ തുടക്കത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ, കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് ഇങ്ങനെ നിരാശപ്പെട്ട് ടെൻഷൻ അടിച്ച് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിരാശ കൊണ്ട് കഴിയേണ്ടവനല്ല വിശ്വാസി എന്ന നിലയ്ക്ക് വളരെ പോസിറ്റീവായി നിങ്ങൾ വരും സമയങ്ങൾ സ്വീകരിക്കുക എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന് നോക്കൂ, ആരാണ് ജീവിതത്തിൽ വിജയം വരിക്കുന്നവൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ആരാണ് ബുദ്ധിമാൻ? ബുദ്ധിമാൻ എന്ന് പറയുന്നത് അവൻ ജീവിതത്തെ കണക്ക് പരിശോധിക്കുക. മൻ ദാന നഫ്സഹു, എന്തിനാണ് ഈ ജീവിതം? സ്വയം ഒരു വിചാരണ നടത്തുക. ജീവിതത്തിൽ എന്തൊക്കെ നന്മയും തിന്മയും വന്നുപോയി, പടച്ചോന്റെ അക്കൗണ്ടിലേക്ക് എത്രമാത്രം ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട് എന്നൊക്കെ കണക്ക് നോക്കുന്നവനാണ്. അങ്ങനെ പരിശോധിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ, ബുദ്ധിമാൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കാൻ. വഅമില ലിമാ ബഅദൽ മൗത്ത് എന്നാണ്. വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള ഒരു ലോകത്ത് ജീവിതത്തിന് വേണ്ടി ഇവിടെ അമലുകൾ ചെയ്യുന്നവനാണ്. അയാൾ നല്ല ഇബാദത്തുകൾ കൃത്യമായി ചെയ്യുന്നുണ്ട്, അമൽ സ്വാലിഹാത്തുകൾ അയാൾ ചെയ്യുന്നുണ്ട്, ദാനധർമ്മങ്ങൾ അയാൾ ചെയ്യുന്നുണ്ട്, ആളുകൾക്ക് പരോപകാര പ്രവർത്തനങ്ങൾ അയാൾ ചെയ്യുന്നുണ്ട്, അള്ളാഹുവിനോട് സ്വകാര്യമായ നിമിഷങ്ങളിൽ അയാൾ മുനാജാത്ത് നടത്തുന്നുണ്ട്. അങ്ങനെ നാളേക്ക് വേണ്ടിയുള്ള സമ്പാദ്യത്തെക്കുറിച്ച് അയാൾ ആലോചിക്കുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബുദ്ധിയുള്ള മനുഷ്യനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ ഓർമ്മപ്പെടുത്തിയത്. ഇങ്ങനെ ബുദ്ധിപരമല്ലാതെ പ്രവർത്തിക്കുന്നവന് അവന്റെ ഒരു പ്രകൃതം എന്തായിരിക്കും? മൻ അത്ബഅ നഫ്സഹു ഹവാഹ, അവന് ഈ ലൈഫ് എന്താണ്, എന്തിനാണ് ഈ ജീവിതം എന്ന് മനസ്സിലാക്കാൻ മറന്നു, ഗൗരവത്തിലെടുക്കൂല. മരണശേഷമുള്ള ജീവിതത്തിലേക്ക് സമ്പാദിക്കണമെന്ന് മനസ്സിലാകാതെ ദുനിയാവിന്റെ രസങ്ങളിൽ അങ്ങനെ ജീവിച്ചു പോകും. ഇവിടുത്തെ നല്ല ഭക്ഷണം, നല്ല സൗകര്യം, ആനന്ദം, അങ്ങനെ ജീവിതത്തിന്റെ രസങ്ങളെക്കുറിച്ച് ആലോചിക്കും. തന്റെ ഞരമ്പുകളെ ത്രസിപ്പിക്കുന്ന കാഴ്ചകളെ ഇവിടെ ആനന്ദകരമാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം ആലോചിച്ച് ദുനിയാവ് കടന്നു പോകുന്ന മനുഷ്യനെ കുറിച്ചാണ് അൽ ആജിസ്, അവനൊരു പരാജിതനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. തമന്ന അലല്ലാഹ്,
അവന്റെ ഒരു വിചാരം എന്താണ്? അള്ള ഇങ്ങനെ തന്നോളും, ഞാനൊക്കെ ഓക്കെയാണ്, എനിക്ക് അള്ള ഇങ്ങനെ തരും, ഞാൻ ഒരു പണി എടുക്കേണ്ടതില്ല, ദുനിയാവിലൊന്നും ചെയ്യേണ്ടതില്ല, പടച്ചോൻ ഭാഗത്തൊക്കെ ചെയ്യേണ്ടതില്ല, എനിക്കുള്ളതൊക്കെ പടച്ചോൻ തരും, ഞാനൊരു ഭയങ്കര സംഭവമാണല്ലോ എന്ന നിലക്ക് അങ്ങനെ ബുദ്ധിയില്ലാതെ ആലോചിച്ച് അങ്ങനെ ഉണ്ടല്ലോ ഒരു മനുഷ്യന്റെ ജീവിതം അങ്ങനെ കടന്നു പോകുമെന്ന്. അയാൾ ആജിസ്, അയാൾ പരാജിതനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു പുതിയ വർഷത്തിന്റെ ഒരു തുടക്കം എന്നുള്ള നിലക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമാൻ എന്ന നിലക്ക് പരലോകത്തേക്ക് കൂടിയുള്ള ഒരു സമ്പാദ്യം നമ്മൾ ഉറപ്പുവരുത്തുക എന്നാണ്. ദുനിയാവിന്റെ നസീബൊന്നും നമ്മൾ കളയേണ്ടതില്ല. ദുനിയാവിന്റെ ഹലാലായ കാര്യങ്ങൾ, നല്ല സമ്പാദ്യങ്ങൾ, നല്ല മക്കൾ, നല്ല കുടുംബം, നല്ലതായ കാര്യങ്ങൾ, ആനന്ദം, സന്തോഷം, വിനോദം, നമുക്ക് ഹലാലാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്. ധാരാളം കാര്യങ്ങളും ഹലാലാണ്. ഹറാമായത് ചില കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ അതിലേക്ക് പോകരുത് എന്ന് പറയുന്നത്. അത്തരം ഹലാലായ വിഭവങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കാം. എന്നാൽ പരലോകത്തെ നമ്മൾ മറക്കരുത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ ഓർമ്മപ്പെടുത്തിയത്. നോക്കൂ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവായി നമ്മൾ ഇങ്ങനെ ചിന്തിക്കും. കിട്ടാത്തതിനെ കുറിച്ച്, ആരോഗ്യം മോശമായതിനെ കുറിച്ച്, അല്ലെങ്കിൽ സമ്പത്തില്ലാത്തതിനെ കുറിച്ച്, ഇപ്പം വിചാരിച്ചൊരു കാര്യം നടക്കാതെ പോകുന്നതിനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ നിരന്തരമായി ആലോചിച്ച് നമ്മളെ തന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അത് കിട്ടിയില്ലല്ലോ, ഇത് കിട്ടിയില്ലല്ലോ. നമ്മൾ കിട്ടിയതിനെ കുറിച്ച് ആലോചിക്കുക, ഉള്ളതിൽ തൃപ്തിപ്പെടുക, സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. കുറെ ഉള്ളതിലല്ല, ഉള്ളതിൽ തൃപ്തിപ്പെടുന്നതിനാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. അങ്ങനെ നെഗറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല എന്നാണ് ദീനിന്റെ ഒരു പോസിറ്റീവായ നിലപാട് എന്ന് പറയുന്നത്. മാത്രമല്ല, നെഗറ്റീവ് പറയുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടത്തിൽ കൂടുതൽ ഉണ്ടായാൽ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് മോശമായി തോന്നും. അപ്പൊ നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ കൂട്ടുകെട്ട്, പോസിറ്റീവായി ചിന്തിക്കുന്ന ആളുകളോടൊപ്പം നമ്മൾ കൂട്ടുകൂടുക. ജീവിതത്തെ വലിയ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ നടപ്പാക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂടെയൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നമുക്ക് മുഹറം എന്ന് പറയുന്നത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വലിയൊരു വിജയം സമ്മാനിച്ച ഒരു മാസം കൂടിയായാണ് നമുക്ക് പരിചയപ്പെടുത്തപ്പെടുന്നത്. നോക്കൂ, അദ്ദേഹത്തിന്റെ ജനനം നടക്കുന്ന സമയം സാമൂഹ്യ സാഹചര്യം എന്ന് പറയുന്ന വലിയ പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടമാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഫിറൗൻ ആ നാട്ടിൽ ഏറ്റവും വലിയ ഫിത്തനയും ഫസാദും ഉണ്ടാക്കുന്ന സമയമാണ്. പിറന്നു വീഴുന്ന ആൺകുട്ടികളെ കൊല ചെയ്യുന്ന ഒരു സമയമാണ്. സ്ത്രീകളെ മാത്രം ജീവിക്കാൻ അനുവദിക്കുകയും അവർക്കിടയിൽ തന്നെ ബനൂ ഇസ്രായേൽ വംശവും കോപ്റ്റിക് വംശവും തമ്മിൽ പരസ്പരം ഇങ്ങനെ ഷിയകളാക്കിയിട്ട് പലതരം വിഭാഗങ്ങളാക്കി വർഗീയമായി വേർതിരിച്ച് കാണുന്ന ഒരു സന്ദർഭത്തിലാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത്. ആ ഉമ്മ വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു സന്ദർഭത്തിലാണ്. അള്ളാഹുവിന്റെ വലിയ കാവലുണ്ടായി. ആ ഉമ്മ വളരെ പോസിറ്റീവായി പ്രതിസന്ധികളെ കാണാൻ, ആ കുഞ്ഞിനെ പുഴയിൽ ഒഴുക്കാനാണ് പറഞ്ഞത്. അള്ളാഹുവിന്റെ കൽപ്പന മനസ്സിൽ തോന്നിപ്പിക്കുന്നത് പുഴയിൽ ഒഴുക്കി കളയാനാണ്. വളരെ പോസിറ്റീവായിട്ട് അതിനെടുക്കാൻ, ഈ പ്രതിസന്ധിയെ മറികടക്കാൻ അള്ളാഹുവിന്റെ ഒരു നിർദ്ദേശം എന്ന നിലയ്ക്ക് എനിക്കിപ്പോൾ ഉള്ള വഴി ഇതാണ് എന്ന് മനസ്സിലാക്കാൻ ഖുർആൻ പറഞ്ഞു, ആ കുട്ടിയെ നീ പുഴയിൽ ഒഴുക്കി കളയുക എന്ന്. എന്നിട്ട് പറഞ്ഞു, പുഴയിൽ ഒഴുക്കി കളയും, നീ ഭയപ്പെടണ്ട, സങ്കടപ്പെടണ്ട, ഈ കുഞ്ഞിനെ ഞാൻ നിന്നിലേക്ക് മടക്കി തരുമെന്ന് ആ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മയുടെ മനസ്സിൽ അള്ളാഹുവിന്റെ വളരെ ഗൗരവത്തിലുള്ള ഒരു തോന്നലാണ് അതിന് കാരണമായത്. ആ ഉമ്മ വളരെ പോസിറ്റീവായി അതിനെക്കുറിച്ച് ആലോചിക്കാൻ, അല്ലെങ്കിൽ ഈ തൊട്ടിയിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലാൻ ഫറോവയുടെ കിങ്കരന്മാർ വരുമെന്ന് ഉറപ്പാണ്. അങ്ങനെയുള്ള വാർത്തകൾ കിട്ടുമ്പോഴേക്ക് അതങ്ങനെ ആ നാട്ടിൽ ഇങ്ങനെ കൺമുമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ കൊല ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഇങ്ങനെ അവർ കണ്ടതാണ്, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, സാക്ഷ്യം വഹിക്കുന്നുണ്ട് അവർ. ആ ഉമ്മ വളരെ പോസിറ്റീവായി അതിനെ നേരിടുകയാണ്. പ്രതിസന്ധിയുടെ ആ ഘട്ടത്തെ പ്രതീക്ഷയോടുകൂടി സ്വീകരിക്കുന്നു. എന്നിട്ടോ പ്രാർത്ഥനയോടുകൂടി ആ കുട്ടിയെ പുഴയിൽ ഒഴുക്കുന്നു. തവക്കുലോടുകൂടി ആ കുഞ്ഞ് തിരിച്ചു വരുമെന്ന് കാത്തിരിക്കുന്നു. ഒരു ഉമ്മയുടെ മനസ്സ് നോക്കൂ, ഒരു മുഅ്മിന്റെ മനസ്സ് എങ്ങനെയാകണമെന്ന് ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ആ പുഴയിൽ ഒഴുക്കിയ കുഞ്ഞിനെ അള്ളാഹു തിരിച്ചുമ്മയുടെ മടിത്തട്ടിലേക്ക് കൊടുക്കുന്നുണ്ട്. ഒരു രാജകൊട്ടാരത്തിന്റെ സുഖ സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്ത് ആ ഉമ്മയെയും കുഞ്ഞിനെയും സംരക്ഷിക്കുന്ന തരത്തിലേക്ക് അള്ളാഹു തആല കുഞ്ഞിനെ തിരിച്ചു നൽകുകയാണ്. ഫറദദ്നാഹു ഇലാ ഉമ്മിഹി, ഖുർആൻ പറയുന്നത് ഞാൻ ആ കുഞ്ഞിനെ ഉമ്മയിലേക്ക് മടക്കി കൊടുത്തിരിക്കുന്നു. എന്നിട്ട് 3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, കൈ തഖറ ഐനുഹ, ആ ഉമ്മയുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്ക് കുളിർമ പകരാനാണ് ഒന്ന് അത് എന്ന്. വലാ തഹ്സന, അവർ ഇനി സങ്കടപ്പെടാൻ
ഉപയോഗപ്പെടാതിരിക്കാനാണ് അത് തിരിച്ചു നൽകിയത് എന്ന്. എന്നിട്ട് പറയുന്നുണ്ട് വലിതഅലമ അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ. അവർ മനസ്സിലാക്കുകയും ചെയ്യണം, അള്ളാഹുവിന്റെ കരാർ എന്ന് പറയുന്നത്, അള്ളാഹ് നമ്മളോട് പറഞ്ഞ ഓരോ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഹക്കായി പുലരുക തന്നെ ചെയ്യുമെന്ന് അവർക്ക് ബോധ്യപ്പെടാനും കൂടിയാണ് ആ കുഞ്ഞിനെ അള്ളാഹുവിൽ ആ ഉമ്മയിലേക്ക് തിരിച്ചു നൽകിയത്, പാഠമായി പകർന്നു നൽകിയത് എന്ന് ഖുർആൻ പറയാണ്. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്നത് വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. എന്നാൽ അധികം ആൾക്കാർക്ക് ഇതൊന്നും മനസ്സിലാവില്ല എന്നുള്ളതാണ്. നമ്മൾക്കത് മനസ്സിലാകുന്നുണ്ടോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ച് നോക്കൂ. യുവാവായപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായി, സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെട്ടു, ഒരു ഹിജ്റ പോകേണ്ടി വന്നു, വലിയ ഉത്തരവാദിത്തങ്ങൾ, കുടുംബപരമായ വലിയ ഉത്തരവാദിത്തങ്ങൾ, ജോലി സംബന്ധമായ വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ അദ്ദേഹത്തിന് പിന്നീട് ഏറ്റെടുക്കേണ്ടി വന്നു. പിന്നീട് ഫറോവയിൽ നിന്നും ഒരു ജനതയുടെ വിമോചകനായാണ് അല്ലെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ച് ഫറോവയുടെ മുന്നിലേക്ക് എത്തുന്നത്. ഒരു നാടിനെ മോചിപ്പിക്കണം, ഒരു ജനതയെ മോചിപ്പിക്കണം, അടിച്ചമർത്തപ്പെടുന്നവൻ ആവേശമാകണം, അവന്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം ഉണ്ടാക്കണം, അവരുടെ മുമ്പിൽ ഒരു അമീറായി, ഒരു നേതാവായി മുന്നിൽ നടക്കാൻ നിയോഗിക്കപ്പെടുകയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. പ്രതിസന്ധികളുടെ വലിയ പെരുമഴകൾ പെയ്താലും അല്ലാഹു തആല അവന്റെ കാരുണ്യം, വലിയ അനുഗ്രഹം നമുക്ക് വേണ്ടി ബാക്കി വെക്കുന്നുണ്ട് എന്ന് ഒരു മുഅ്മിന് മാത്രമേ വിശ്വസിച്ച് പോകാൻ കഴിയൂ. അതിനാണ് മുഹറം എന്ന് പറയുന്നത്, അതിനാണ് നമ്മുടെ ദീൻ എന്ന് പറയുന്നത്, അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നതിനാണ് തവക്കുൽ എന്ന് പറയുന്നത്. അതിനാണ് ഒരു പ്രവാചകനായി, വിമോചകനായി ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിയോഗിക്കപ്പെടുകയാണ്. ഇന്ന ഫിർഔന അലാ ഫിൽ അർള്. അല്ലാഹ് പറയാണ്, ഫിർഔൻ ഇതാ ഭൂമിയിൽ ഔദ്യത്യം നടിച്ചു, ഞാനാണ് റബ്ബ് എന്ന് വരെ പറഞ്ഞു കളഞ്ഞ സന്ദർഭം. വജഅല അഹ്ലഹാ ശിയാൻ. നാട്ടുകാരെ പരസ്പരം ഭിന്നിപ്പിക്കുന്നു. യസ്തദഇഫു ത്വഇഫതൻ മിൻഹും. അവർക്കിടയിൽ ഒരു വിഭാഗത്തെ അടിച്ചമർത്തുന്നു. വയുദബ്ബിഹു അബ്നാഅഹും. അവരുടെ കുഞ്ഞുമക്കളെ കൊന്നുകളയുന്നു. വയസ്തഹീ നിസാഅഹും. അവരുടെ സ്ത്രീകളെ ജീവിക്കാൻ അനുവദിക്കുന്നു. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ. അവൻ ഫസാദ് ഉണ്ടാക്കുന്നവരിൽ പെട്ടവനാണ് എന്ന് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു കൊടുത്തിട്ട് അവന്റെ മുമ്പിൽ പോയി സത്യസന്ദേശം പ്രചരിപ്പിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കാൻ, ഈ ജനങ്ങളെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ ആജ്ഞാപിക്കാനാണ് കൽപ്പിക്കുന്നത്. ആ ദൗത്യം മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം മുറുകെ പിടിക്കുന്നു, ഏറ്റെടുക്കുന്നു. അതിൽ വിജയിച്ചു മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. അദ്ദേഹത്തിന് ഈ വിജയത്തിന് തുണയായത് എന്താണ്? ഒരു അഖീദയാണ്, ഒരു വിശ്വാസമാണ്, മനസ്സിന്റെ പോസിറ്റീവായ ഒരു ചിന്തയാണ്. എന്തായിരുന്നു അത്? ഇന്ന മഈ റബ്ബി സയഹ്ദീൻ എന്നതായിരുന്നു. ഇന്ന മഈ റബ്ബി സയഹ്ദീൻ എന്നതായിരുന്നു. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്നത് വലിയ വിശ്വാസമായിരുന്നു. അഖീദ അങ്ങനെ ഉറച്ചതായിരുന്നു, ഈമാൻ ദൃഢമായിരുന്നു, തവക്കുൽ അദ്ദേഹത്തിന്റെ കൂടപ്പിറപ്പ് പോലെ അങ്ങനെ കൂടെ നിന്നതായിരുന്നു. ഇന്ന മഈ റബ്ബി സയഹ്ദീൻ. അങ്ങനെ കുടുങ്ങൂല. എനിക്കിപ്പോ പ്രയാസമായി അനുഭവപ്പെടുന്ന കാര്യങ്ങളൊക്കെ സയഹ്ദീൻ, എന്റെ റബ്ബ് എനിക്ക് വഴി തെളിയിക്കും, എന്റെ ഇരുട്ട് മാറി വെളിച്ചം വരുമെന്ന് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം വളരെ പോസിറ്റീവായി ആ കാര്യത്തെ മനസ്സിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയത് കൊണ്ടാണ് ഈ വിജയമുണ്ടായത് എന്ന് നമുക്ക് ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനങ്ങളോട് പറഞ്ഞു, ഖുർആൻ അത് നമുക്ക് പകർന്നു നൽകുന്നുണ്ട്, നിങ്ങൾക്ക് വിജയിക്കണോ, സന്തോഷകരമായി മുന്നോട്ട് പോകണോ, പ്രതിസന്ധികളെ വകമാറ്റി വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാകണോ? ഖാല മൂസാ ലി ഖൗമിഹി. മൂസാ നബി പഠിപ്പിച്ചു കൊടുത്ത കാര്യം നമ്മളുടെ മനസ്സിലുണ്ടായാൽ മതി. ഇസ്തഈനു ബില്ലാഹ്, ഇസ്തഈനു ബില്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, അല്ലാഹുവിനോട് സഹായം തേടുക. വസ്ബിറു. ചെറിയ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ഘട്ടങ്ങളൊക്കെ ഉണ്ടാവും. വസ്ബിറു, നിങ്ങൾ സബ്ർ കാണിക്കുക. എന്നിട്ട് അല്ലാഹ് പറയുന്നൊരു, നമുക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന അതിവിശാലമായ ഒരു കാര്യത്തെ നമുക്ക് പറഞ്ഞു തരാണ്. ഇന്നൽ അർള ലില്ലാഹ്. ഈ ഭൂമി എന്ന് പറയുന്നത് ഇതാരുടെയുമല്ല, അല്ലാഹുവിൻ്റെതാണ്. യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി. അതിന്റെ ഖലീഫയാണ് നിങ്ങൾക്ക് വേണ്ടത്, അത് തരും. നിങ്ങൾക്ക് കുറച്ച് ഭൂമിയാണോ വേണ്ടത്? അത് അല്ലാഹ് തരും. നിങ്ങൾക്ക് ഈ ഭൂമിയോളം വിശാലമായ കാര്യങ്ങളാണോ വേണ്ടത്? അല്ലാഹ് നിങ്ങൾക്ക് അതിന്റെ അനന്തരാവകാശം അല്ലാഹുവിന്റെ അടിമകൾക്ക് ഒരുക്കി തരുമെന്ന് അല്ലാഹ് പറയാണ്. വലാഖിബത്തു ലിൽ മുത്തഖീൻ. പക്ഷേ ഇതാർക്കേ കിട്ടുള്ളൂ? വലാഖിബത്തു ലിൽ മുത്തഖീൻ. നിങ്ങളുടെ മനസ്സിൽ തഖ്വ ഉണ്ടോ? അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയുണ്ടോ? അത് മനസ്സിലാക്കി നിങ്ങൾ ജീവിക്കുന്നുണ്ടോ? മുത്തഖിയായി ജീവിക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾക്കാണ് അതിന്റെ ഏറ്റവും നല്ല പര്യവസാനമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മുഹറത്തിൽ നമുക്ക് കുറെ തീരുമാനങ്ങൾ എടുത്ത് ഈ ജീവിതത്തെ ധന്യമാക്കാൻ ആവശ്യമായ മുന്നോട്ട് പോക്കാണ് ആവശ്യം. അതിന് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക, നല്ല കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, പ്രവർത്തിക്കുക, തവക്കുലോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ.